അപ്പൊ അങ്ങനെയാണല്ലേ പാറു മരിച്ചത് കത്തിപ്പിടിച്ചിട്ട്? അയ്യോ, പാറു മരിച്ചത് അങ്ങനെയല്ല. പാറു മരിച്ചത് ലഡു കഴിച്ചിട്ട്. ലഡു വെച്ചിട്ടാ? ലഡു വെച്ച ആരും മരിക്കും. ഇരിക്കുന്ന സാരം കണ്ട എന്തൊരു ലഡു കൊതിച്ചെന്നറിയാമോ? കൊതിച്ചി കള്ളി. പാറുവിന് ലഡു എന്ന് വെച്ച ജീവനാണ്. ഒരു ദിവസം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഭയങ്കര എലിശല്യം. അപ്പം ഞാൻ കുറച്ച് ലഡു വാങ്ങിച്ചിട്ട് അതിൽ ഒരു ലഡുവിൽ കുറച്ച് വിഷം കലർത്തി ഒരു മൂലയിലങ്ങ് വെച്ചു. ഞാൻ വന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പാറു ആ ലഡു എടുത്ത് കഴിച്ച് അങ്ങനെ എൻ്റെ പാറു എന്നെ വിട്ടിട്ട് പോയി. പാപ്സിന്റെ ജീവിതത്തില് ഇത്രയും വലിയൊരു കഥയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. സാരില്ല, ഓക്കെ, എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. എൻ്റെ പാറു എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഞാനവളെ എൻ്റെ മരുന്ന് കൊടുത്ത് പഴയതുപോലെ ആക്കും. പിന്നെ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ഭാരം പകുതി അങ്ങ് കുറഞ്ഞു. ഇനി ഇവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാം, പോണവർക്ക് പോവാം. ഇവിടെ നിൽക്കുന്നവർക്ക് വാടകയിൽ 500 രൂപ ഞാൻ കുറവ് വരുത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, അത് എന്തിനാണെന്നറിയാമോ? ഇല്ല. ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾ, അതായത് എന്റെ പാറുവിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്താരോടും പോയി പറയാതിരിക്കാനാണ്. ഞങ്ങള് ചുമ്മാ എങ്ങനെ അവരോടെങ്കിലും പറഞ്ഞാലോ? പിന്നെ സംസാരിക്കുന്നത് ഞാനായിരിക്കില്ല, എന്റെ തോക്കായിരിക്കും.